ഇന്ന് പ്രഭാതം മുതൽ പ്രഭാതത്തിൽ 5:30 നമ്മൾ ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചതാണ്. പ്രഭാതം മുതൽ ഈ രാത്രി 9 മണി വരെ നൂറുകണക്കിന് ദൈവമക്കൾ ഇന്ന് ഈ ആലയത്തിൽ വന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിൽ അനേകം മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ആത്മീയവും ഭൗതികവും ശാരീരികവും ഗാർഹികവുമൊക്കെ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ മേഖലകളിലും മാനസാന്തരത്തിൻ്റെ മേഖലകളിലുമൊക്കെ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത്ഭുതകരമായ ശരീര സൗഖ്യത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ച് കടന്നുപോയ ഒരു ദിവസമാണ്. കർത്താവ് പ്രഭാതം മുതൽ ഈ സമയം വരെ നമ്മുടെ ഇടയിൽ പ്രവർത്തന നിരതനായിരുന്നു. അവൻ നമ്മുടെ പക്ഷത്ത് നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു. അവൻ നമുക്ക് സമീപസ്ഥനായിരുന്നു. കർത്താവ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് കേവലം നമ്മുടെ ആരാധനകൾ സ്വീകരിക്കാൻ വേണ്ടിയല്ല, അവിടുന്ന് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമാണ്. അൾത്താരയിൽ നിന്നുകൊണ്ട് ഈശോ നിരന്തരം നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നാളെ സെപ്റ്റംബർ 21 തിരുസഭ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ ഒരു മിനിറ്റ് നമുക്കിരിക്കാം. രാത്രിയിൽ അച്ഛൻ ഒരു ഗുഡ് നൈറ്റ് സന്ദേശം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രാത്രികളിൽ നമുക്ക് പിറ്റേ ദിവസത്തെ വചനത്തെയാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാളെ സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷത്തിൽ, ദിവ്യബലിയുടെ നേരത്ത് വായിക്കുന്ന സുവിശേഷത്തിൽ ധ്യാനിക്കുന്ന വചനഭാഗം ഈശോ മത്തായിയെ വിളിക്കുന്ന ഭാഗമാണ്. മത്തായി ശ്ലീഹായ്ക്ക് ഓട് ഈശോ പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവൻ ചുങ്കക്കാരനായിരുന്ന മത്തായി തൻ്റെ ചുങ്കസ്ഥലം ഉപേക്ഷിച്ച് ഉടനടി തൻ്റെ ജോലി ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയും ഈശോയെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഈശോയ്ക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയും ചെയ്തു. ആ വിരുന്നിൽ അനേകം ചുങ്കക്കാരും പാപികളുമൊക്കെ പങ്കെടുത്തു. അപ്പോൾ സ്വയം നീതിമാന്മാരെന്ന് വിശുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്ന ഫരീസയർ ചോദിച്ചു, നിങ്ങളുടെ ഗുരു എന്താണ് ഈ ചുങ്കക്കാരോടും പാപികളോടുമൊക്കെ ചേർന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ കൂടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈശോ ഇത് മനസ്സിലാക്കി അവരോട് പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചാണ്, രോഗികൾ ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനഭാഗത്ത് വിശുദ്ധ മത്തായിക്കുണ്ടായ, ചുങ്കക്കാരനായ മത്തായിക്കുണ്ടായ ഭാഗ്യമെന്ന് പറയുന്നത്, ഈശോ കടന്നു പോകുന്ന വഴിയിലായിരുന്നു അവൻ തൻ്റെ ജോലി ചെയ്തിരുന്നത് എന്നാണ്. ഈശോ കടന്നുപോയപ്പോൾ ഈശോയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് അവൻ നിന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ആത്മവിചിന്തനത്തിന് വേണ്ടിയുള്ള ഈ രാത്രിയിലെ സന്ദേശം, ഈ ഗുഡ് നൈറ്റ് സന്ദേശത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതാണ്: ഞാൻ ആര് കടന്നു പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്? ഈശോ കടന്നു പോകുന്ന വഴിയിൽ, ഈശോ കടന്നു പോകുന്ന സമയത്ത് ഞാനുണ്ടോ? ഈശോയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണോ ഞാൻ നിൽക്കുന്നത്? മത്തായി നിന്നിരുന്നത് ഈശോയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നു. അതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഈശോയ്ക്ക് അവനോട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു. കടന്നു പോകുന്ന സ്ഥലത്ത് ദൂരെ ആയിരുന്നില്ല. ഫോളോ മീ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദദൂരത്തിൽ മത്തായി ഉണ്ടായിരുന്നു. ഈശോ എന്നെ വിളിക്കുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു അത്രയും ഒരു അടുത്ത് ഞാനുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. എന്നെ ഈശോ വിളിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച്, മത്തായി എല്ലാം ഉപേക്ഷിച്ച് വിട്ടുപേക്ഷിച്ചതുപോലെ ഈശോയുടെ പിറകെ പോകാൻ
ഞാൻ തയ്യാറാണോ എന്നതാണ് മൂന്നാമത്തെ ചിന്ത. നാലാമതായി, ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊണ്ട് ഒരു വിരുന്നൊരുക്കിയവനാണ് മത്തായി. ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊണ്ട് ഒരു വിരുന്നൊരുക്കാൻ ഞാൻ ഒരുക്കമാണോ? നാലാമത്തെ ചിന്ത. അഞ്ചാമതായി, ഈശോ പറയുന്ന വാക്കുകളാണ്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചാണ്. നമ്മൾ ഓരോ ദിവസവും ഈശോയുടെ ഈ കരുണയുടെ വാഹകരാണോ? പാവപ്പെട്ടവരെയും ദരിദ്രരെയും ഒക്കെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, സ്വർഗരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈശോയുടേതുപോലെയുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ എന്നതാണ് ചിന്ത. അപ്പോൾ എനിക്ക് ഈശോയുടേതുപോലെ ഒരു ഹൃദയമുണ്ടാകട്ടെ. ഫരീസയരുടെ മനോഭാവം ഈശോയെയും മറ്റുള്ളവരെയും ഒക്കെ പഴിചാരുന്ന, കുറ്റപ്പെടുത്തുന്ന, അവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈശോ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന വിമർശന ബുദ്ധി എനിക്കുണ്ടോ? അതിൽ നിന്ന് മാറ്റം വരട്ടെ. ഈശോയുടെ ഹൃദയം എനിക്കുണ്ടാകട്ടെ. ഈശോ കടന്നു പോകുന്ന വഴിയിൽ ഞാൻ ഉണ്ടാകട്ടെ. ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകട്ടെ. ഈശോയെ അനുഗമിക്കാൻ പറ്റുന്ന ഒരു ഹൃദയഭാവം എനിക്കുണ്ടാകട്ടെ. ഈശോയ്ക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി സമ്പാദ്യം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഉദാരത എനിക്കുണ്ടാകട്ടെ. മറ്റുള്ളവരെ കൂടുതൽ എൻ്റെ കരുണ ആഗ്രഹിക്കുന്നവരിലേക്ക് ചെന്നെത്തുന്ന ഒരു മനോഭാവം എനിക്കുണ്ടാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹദായകമായ രാത്രിയായി മാറട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുഖനിദ്ര ലഭിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, ഇപ്പോൾ ഇവിടെയും ഓൺലൈനിലുമായിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണ പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. കർത്താവ് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആനന്ദവും കുടുംബത്തിൽ സമാധാനവും നിങ്ങളുടെ ആത്മാവിൽ രക്ഷയുടെ അനുഭവവും സമൃദ്ധമായി നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ദേവാലയത്തിൽ തന്നെ 100-ലധികം പേരുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് 7 നിയോഗങ്ങൾ, അത് ഭൗതികമായ നിയോഗങ്ങളാകാം, ആത്മീയമായ നിയോഗങ്ങളാകാം, ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഇപ്പോൾ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കുന്ന, വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് സന്നിഹിതനായിരിക്കുന്ന, ഈ രാത്രിയിൽ ഈ 9 മണി നേരത്ത് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലായിരിക്കാൻ ലഭിക്കുന്ന ഈ മഹാസൗഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുനാമത്തിൻ്റെ യോഗ്യതകളാൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി, ഇപ്പോൾ ഭവനങ്ങളിലായിരിക്കുന്നവർ ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം മനസ്സുരുകി അനുഗ്രഹം പ്രാപിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം അഭിഷേകത്തോടെ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛനെ നേരെ നീട്ടി 21 പ്രാവശ്യം വെച്ച് നാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, മാതാപിതാക്കൾ
ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുന്നത് മാതാപിതാക്കളായിരിക്കാം. നിങ്ങൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അത് ആശീർവാദം നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു ചെല്ലുകയും, മക്കൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അത് മാതാപിതാക്കളിലേക്ക് കടന്നു ചെല്ലുകയും, ഒരുപക്ഷെ ഒരു ഭർത്താവായിരിക്കാം ഇവിടെയുള്ളത്, ഭാര്യയായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് ഈ ആശീർവാദം കടന്നു ചെല്ലുകയാണ്. ഒരു കുടുംബത്തിലെ ഒരാൾ ആശീർവദിക്കപ്പെടുമ്പോൾ ആ കുടുംബം മുഴുവനും ആശീർവാദം സ്വീകരിക്കുകയാണ്. ഒരു ഭവനം ആശീർവദിക്കപ്പെടുമ്പോൾ ആ ഭവനം നിലകൊള്ളുന്ന ദേശം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുമ്പോൾ രാജ്യം അനുഗ്രഹിക്കപ്പെടുകയാണ്. രാജ്യം അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം മുഴുവൻ ആശീർവദിക്കപ്പെടുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയാം. അതുപോലെ തന്നെ ഇന്ന് കർത്താവ് വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയാം. പരീക്ഷകൾ എഴുതുന്നവരെയും പരീക്ഷകൾ എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നടക്കുന്ന എല്ലാ പരീക്ഷകളെയും, പ്രത്യേകിച്ച് UPSCയുടെ പരീക്ഷയെയും അതെഴുതുന്നവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരു മിനിറ്റ് നേരം സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഏകാന്തതയിൽ കഴിയുന്നവരെ, അനാഥരെ, വിധവകളെ, ജയിലിൽ കഴിയുന്നവരെ, ഭവനമില്ലാത്തവരെ, തെരുവീതികളിൽ കഴിയുന്നവരെ, ഹാലേലൂയ, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ, ക്ലേശിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കർത്താവ് അങ്ങയുടെ മക്കളുടെ മേൽ പെയ്തിറങ്ങട്ടെ. യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അകപ്പെടാൻ സാധ്യതയുള്ളവരെ സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധീകരണത്തിന്റെ ഉറവിടമേ സ്വസ്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിന് യേശുനാമത്തിൽ സൗഖ്യം ലഭിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. അസ്വസ്ഥത ഉണ്ടാക്കുന്ന പൈശാചിക രൂപികൾ, കുടുംബ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ദുഷ്ടാരൂപികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും വിജയം നൽകുകയും ജ്ഞാനം നൽകുകയും അറിവ് നൽകുകയും തൻ്റെ വഴികളിലൂടെ ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പാപികളെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും ക്ഷണിക്കുവാൻ വന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്